ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നപ്പോൾ ഒരു വിശേഷ ദിവസം കൂടിയാണ്. ചിങ്ങം 1. ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചിട്ട് ഇന്നേക്ക് 1 വർഷമാവാണ്. അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നു ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് കടുക്കയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളെ വീട് ഗ്രീനസ്റ്റ് ബിൽഡേഴ്സിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവർ നല്ല അടിപൊളിയായി ചെയ്തു തന്നിരുന്നു. ഞങ്ങളൊരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. അപ്പം താങ്ക്സ് ടു ഗ്രീനസ്റ്റ് ബിൽഡേഴ്സ്. അവരുടെ ഓഫീസ് മീൻചന്തയിലാണ് വരുന്നത്. ഇപ്പോൾ കടുക്കയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കടുക്ക ഫ്രൈങ് പാനിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കൂടിയിട്ട് 1 വർഷം പോയതേ അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് 1 വർഷമൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇതിന് മോന് വന്നിരുന്നു. മോൻ എൻജിനീയറിംഗ് കോളേജിൽ വയനാട്ടിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ മോൻ 2 ദിവസം ലീവിന് വന്നായിരുന്നു. അപ്പോൾ അവന് 1 മണിയാകുമ്പം പോവും വേണം. അപ്പോൾ KSRTC ബസ് ഉണ്ട്, അതിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഉണ്ട്. ഇപ്പോൾ കടുക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ഞാൻ പരിപ്പും കായും തക്കാളി ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിലിട്ട് ഒന്ന് വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കായും പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി പാർന്ന് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നൊരു മധുരം കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സേമിയ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പായസം റെഡിയാവും. ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരിയിടാം. ഉപ്പേരിക്ക് ഞാൻ കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിരുന്നുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി പാർന്ന് ഉപ്പിട്ട് ഒന്നത് വേവിച്ചെടുക്കുക. അപ്പോൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് പപ്പടവും കൂടി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഊണ് കഴിക്കാനുള്ള സമയമായി. അപ്പം മോന് ഞാൻ പറഞ്ഞല്ലോ 1 മണിക്ക് പോകണമെന്ന്. അപ്പോൾ ഓന് വേഗം ചോറ് റെഡിയാക്കി കൊടുത്തു.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.